ഇതുപോലൊരു മത്തിക്കറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ട്രൈ ചെയ്തതാ. കിടുക്കാച്ചി കറി, സൂപ്പർ, ഒന്നും പറയാനില്ല. ഒറ്റ ദിവസത്തിന് കറി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം ഞാൻ ചട്ടി തുടക്കുക ചെയ്ത്. ആ ചട്ടിയുടെ അറ്റത്തിരിക്കണുണ്ടല്ലോ, തുടച്ച് കഴിച്ചപ്പോൾ കറീനായിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ കറിക്ക് ആവശ്യമുള്ള മല്ലിയും മുളകും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എത്രയാണോ മത്തി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മല്ലിയും മുളകും മൂപ്പിച്ചെടുക്കുക. മത്തി നല്ല നെയ്യും മുട്ടയുള്ളതാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാകും. പിന്നെ കഷ്ണത്തിന് തല്ല് കൂടേണ്ടി വരും കേട്ടോ. ഒരു കഷ്ണം പോലും കിട്ടില്ല, അത്രയും ടേസ്റ്റാണ് കറിക്കും കഷ്ണത്തിനും. അപ്പൊ ദേ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി ഉള്ളി, ചെറിയ ഉള്ളി വേണം, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയുള്ളി അരച്ചെടുത്തിട്ട് കറി വെക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. തക്കാളിയൊക്കെ അരച്ചെടുത്ത് എണ്ണയിലിട്ട് മൂപ്പിച്ച് കറി വെക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പറയണം കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണേ, ഒന്നും പറയാനില്ല, കിടുക്കാച്ചി കറി, സൂപ്പർ. അപ്പോൾ അടിപൊളി കറിയാണ്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. ഇനി നമുക്കതിലേക്ക് ആ മൂപ്പിച്ചെടുത്ത മല്ലിയും മുളകും ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും. അപ്പോൾ മിക്സിയുടെ ജാറിനും നല്ലതാണ്, ഇത് അരഞ്ഞു കിട്ടാനും നല്ലതാണ്. ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ അരപ്പൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ ജലാംശം ഉള്ളത് കൊണ്ട് ആദ്യം ഒന്ന് അരഞ്ഞു കിട്ടും. അതിനുശേഷം പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ജാറിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദേ ഞാൻ കറിക്ക് ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദേ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ കറിയുടെ ടേസ്റ്റ് കൂടാൻ ഇതും ഒരു കാരണമാണേ. അപ്പൊ ദേ ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി അധികം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ആ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ, ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിയും കേട്ടോ. ആ സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ വഴറ്റി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ചൂട് കൂടി അടുപ്പില്. അപ്പൊ നമ്മളെ ക്യാമറയിലേക്ക് പുക വന്നപ്പോൾ എൻ്റെ ഈ വഴറ്റണ സംഭവം ക്യാമറയിൽ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ അത് കട്ടായി പോയിട്ടുണ്ട്, ക്ഷമിക്കണേ. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് നന്നായി വഴറ്റുക. അപ്പൊ ഒന്ന് എണ്ണ തെളിഞ്ഞു വരും കുറച്ച് ഇളക്കി കഴിയുമ്പോൾ. അപ്പൊ ആ ചെറിയ ഉള്ളിയുടെ ആ കുത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റണത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. അതിനുശേഷം നമ്മൾ ഇതേ പുളിവെള്ളം പിഴിഞ്ഞ് ആ ജാറിൽ പറ്റി പിടിക്കുന്നതൊക്കെ എടുത്ത് ഒഴിച്ച് നന്നായി ഇതേപോലെ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി എല്ലാ സൈഡിൽ നിന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ വറ്റിച്ച് കുറുക്കിയെടുത്ത ചാറിലെ ചോറുള്ള മുക്കി കഴിക്കണം, അതാണ് ടേസ്റ്റ് കേട്ടോ. നെയ്ച്ചാള് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ദേ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മത്തി നല്ല നെയ്യും മുട്ടയൊക്കെ ഉള്ള മത്തിയാണ് കേട്ടോ. ഞാൻ മത്തിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പതിയെ ഒന്ന് മൂടി വയ്ക്കാം. തിളച്ചതിന് ശേഷം വീണ്ടും തുറന്ന് വെച്ച് വറ്റിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആവി വെള്ളം അതിൽ വീണിട്ട് വീണ്ടും വെള്ളം കൂടാൻ സാധ്യതയുണ്ട്, കറിയുടെ ടേസ്റ്റും പോവും. അപ്പോൾ തുറന്നിട്ട് വറ്റിക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ കഷ്ണം ഉടയാതെ അതിൻ്റെ സ്കിന്നിനൊന്നും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ വറ്റിച്ച് കുറുക്കിയെടുത്താൽ നമ്മളുടെ ആ കിടുക്കാച്ചി മീൻകറി സെറ്റ്. ദേ നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ കുറച്ചും കൂടെ വറ്റിക്കിട്ടും കേട്ടോ. ഞാൻ ദേ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ, നല്ല ചൂടാണ്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു ദിവസത്തിന് പോലും കറി ഉണ്ടാവില്ല, തുടച്ച് കഴിക്കും കേട്ടോ. എനിക്ക് ഒരൊറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞാനും ഏട്ടനും ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഒരൊറ്റ ദിവസത്തിന് കറി കഴിഞ്ഞു, പിറ്റേ ദിവസത്തിന് തുടച്ച് കഴിക്കുക ചെയ്ത്. ആ തുടച്ച് കഴിക്കുന്നതിന് ഒരു ടേസ്റ്റ് ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ചട്ടിയുടെ അറ്റത്ത് മുഴുവനും പെരണ്ടിരിക്കുന്ന ചാറൊക്കെ കൂട്ടി ഒരു കഷ്ണേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു കഷ്ണവും കൂട്ടി ഞാൻ ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇതാണ് ചട്ടി തുടച്ച് ചോറുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു, ബൈ ബൈ.